പീഡനം ത്തിൽ കൊണ്ട് സഭയെ തകർക്കുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും പിശാച് തിരിയുന്നത് സഭയുടെ നേതൃത്വത്തെ ഏത് വിധേനയും തകർക്കുവാനാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ, ലീഡേഴ്സിനെ, സഭാ ശുശ്രൂഷകരെ, മൂപ്പന്മാരെ ഒക്കെ നാം പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിക്കേണ്ടത് ആവശ്യമായിട്ട് ഇരിക്കുന്നത്. അവിടെയും പലപ്പോഴും പിശാച് വിജയിക്കാറുണ്ട് എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ്. അവിടെയും സാധിച്ചില്ലെങ്കിൽ സഭയുടെ ഐക്യതയെ തകർക്കുവാൻ പിശാച് തന്നാൽ ആവോളം ശ്രമിക്കും എന്നത് ഓർക്കണം. അവിടെയും പരാജയപ്പെട്ടുവെങ്കിൽ സഭയിലേക്ക് തെറ്റായ ഉപദേശങ്ങൾ കടത്തിവിടുകയും സഭയുടെ അഖണ്ഡതയെ, ഐക്യതയെ തകർക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഇത് വേദപുസ്തക ചരിത്രത്തിലുടനീളം, പ്രത്യേകിച്ച് പുതിയ നിയമസഭാ ചരിത്രത്തിൽ നാം നിരന്തരം കാണുന്നതായ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനം എഴുതി വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്. 1:27, നിങ്ങൾ ഏക ആത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായിട്ട് പോരാട്ടം കഴിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പി. സുവിശേഷീകരണ ദൗത്യം സഭയുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ദൗത്യം സഭ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സഭ ഏകാത്മാവിൽ, ഐക്യതയോടെ, ഏക മനസ്സോടെ ഐകമത്യപ്പെട്ട് ആ ഉത്തരവാദിത്വത്തെ ചെയ്യേണ്ടതാണ്. ആ ഐക്യതയെ തകർക്കുവാനായിട്ട് ഏത് വിധേനയും പിശാച് ശ്രമിക്കും എന്നത് നാം തിരിച്ചറിയേണ്ടതാണ്. അതോടുള്ള ബന്ധത്തിലാണ് തുടർന്ന് 2-ാം അധ്യായത്തിൽ, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് ചില കാര്യങ്ങൾ പറയുന്നത്. ആ ചിത്രം ഞാൻ നിങ്ങളുടെ മനസ്സിൽ വരച്ചു കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്നത്തെ നമ്മുടെ ചിന്തയുടെ സുപ്രധാനമായ വാക്യങ്ങളാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് ആ വാക്യങ്ങൾ ആദ്യമേ വായിച്ചു കേൾക്കാം, പിന്നീട് അതിൽ കുറെ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഗ്രഹിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ അവസാന 27 വാക്യം മുതൽ ഒരു തീമാണ് അപ്പോസ്തലനായ പൗലോസ് കൊണ്ടുവരുന്നത്. വ്യക്തിപരമായും സഭയായിട്ടും നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എന്താണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തീയ ജീവിതം ഒരു വിശ്വാസ യാത്രയാണ്, ഒരു പരദേശ മോക്ഷ യാത്രയാണെന്നറിയാം. ഒരു ഇന്റേണൽ ജേർണിയാണ്, ഒരു ആന്തരികമായ ആത്മീയ യാത്രയാണ് ക്രിസ്തീയ ജീവിതം. അതുപോലെ തന്നെ സഭയായിട്ടും നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. സഭയുടെ ലക്ഷ്യമാണ് സുവിശേഷം ലോകത്തിൽ എല്ലായിടത്തും എത്തിക്കുക. ആ ശ്രേഷ്ഠ നിയോഗമാണ് നമ്മുടെ മുൻപിലുള്ളത്. എന്നാൽ വ്യക്തിപരമായും നമുക്ക് ഒരു ആത്മീയ യാത്രയിൽ മുമ്പോട്ട് പോയിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതേ സ്വരൂപത്തോട് അനുരൂപരായി തീരേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ ഉടനീളം ഏതാണ്ട് പാരലായിട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐകമത്യപ്പെട്ട്, ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ എന്ന് പറഞ്ഞു. സഭയിൽ ഭിന്നതകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. ഏക സ്നേഹം പൂണ്ട്, ഐകമത്യപ്പെട്ട്, ഏക ഭാവമുള്ളവരായി നിൽപ്പീൻ എന്ന് സൂചിപ്പിക്കുന്നത്. തുടർന്ന് നാം താഴോട്ട് വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉദാത്തമായ ഒരു മാതൃകയെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി വിശ്വാസികളുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത് നമുക്ക് കാണാം. 5-ാം വാക്യം പറയുന്നത് ഇതാണ്: ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദ സെയിം ആറ്റിറ്റ്യൂഡ്, അതേ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ എന്തായിരുന്നു ഈ ഭാവം, കർത്താവായ യേശു ക്രിസ്തു അതെങ്ങനെയാണ് വെളിപ്പെടുത്തിയത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് നമുക്ക് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. 2 കാര്യങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനോഭാവത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറയുന്നത്. ഒന്ന്, 8-ാം വാക്യത്തിൽ അവൻ തന്നെത്താൻ താഴ്ത്തി, he humbled himself.
അവന്റെ താഴ്മ, അവന്റെ ഹ്യൂമിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് 8-ാം വാക്യത്തിൽ തന്നെ പറയുന്നു, അവൻ അനുസരണമുള്ളവനായി തീർന്നു. ഹി ബിക്കെയിം ഒബീഡിയന്റ്. ഹ്യൂമിലിറ്റി ആൻഡ് ഒബീഡിയൻസ്, ഈ രണ്ട് കാര്യങ്ങള് സഭയെ ഐക്യതയോടുകൂടി നിർത്തുവാനും സഭയ്ക്ക് ദൈവം നൽകിയിട്ടുള്ളതായ ആ നിയോഗത്തെ പൂർത്തീകരിക്കാനും നമുക്ക് സഹായം. അത് വ്യക്തിപരമായ ആത്മീക വർധനവിനും മാത്രമല്ല, സഭ ഒന്നിച്ചു പോരാടുന്ന സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായിട്ട് പോരാടുവാനും സഹായകരമായ രണ്ട് കാര്യങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഹ്യൂമിലിറ്റി ആൻഡ് ഒബീഡിയൻസ്. ഇത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള ഭാവമാണ്. അതേ ഭാവം തന്നെയാണ് നമ്മിലും ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് മറ്റ് അപ്പോസ്തലന്മാരും സൂചിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നത്, 1 John 2:6 പറയുന്നത്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്. കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകമേറ്റ് എന്നോട് പഠിപ്പി. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു താൻ ഒരു മാതൃകയെ തന്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തു. ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നതിൽ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, 14-15 വാക്യങ്ങൾ, John 13:14 and 15, അതിൽ പറഞ്ഞു, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം, an example, a model, ഒരു പാറ്റേൺ തന്നിരിക്കുന്നു എന്ന് കർത്താവ് പറയാം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് മടങ്ങി വന്നാൽ 2:6 കർത്താവ് എങ്ങനെയാണ്, എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് എന്ന് കാണാനായിട്ട് സാധിക്കും. 6-ാം വാക്യം പറയുന്നത്, ഫിലിപ്പിയൻസ് 2:6, 2:6 പറയുന്നത്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിച്ചില്ല. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, ഹി വാസ് ഗാഡ്, അവൻ ദൈവമായിരുന്നു. ദൈവം എന്തായിരുന്നുവോ അത് അവനും അത് തന്നെ ആയിരുന്നു. അതേ തത്വമുള്ളവൻ, പിതാവിനോട് ഏക തത്വമുള്ളവൻ, ഓഫ് ദ സെയിം സബ്സ്റ്റൻസ്. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിച്ചില്ല. ഇത് വിട്ടുകൊടുക്കരുത് എന്നവൻ വിചാരിച്ചില്ല. അതൊരു ആറ്റിറ്റ്യൂഡാണ്, ഒരു മനോഭാവമാണ്. ആ താഴ്മ ആരംഭിക്കുന്നത് ആ മനോഭാവത്തോടു കൂടിയാണ്. വില്ലിംഗ് ടു ലെറ്റ് ദാറ്റ് ഗോ. തന്റെ മഹത്വം, തന്റെ പദവി, തന്റെ പ്രിവിലേജസ്, അത് വിട്ടുകളയുവാനുള്ളതായ ഒരു മനോഭാവം. മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിച്ചില്ല. തന്റെ അവകാശങ്ങൾ, തന്റെ പദവികൾ, അത് തനിക്ക് തന്നെ ഉള്ളതാണ്, അത് മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കുകയില്ല എന്ന് ചിന്തിച്ചില്ല. ആർക്കെങ്കിലും അത് പ്രയോജനപ്പെടുമെങ്കിൽ, ആരുടെയെങ്കിലും രക്ഷയ്ക്ക് അത് മുഖാന്തരമാകുമെങ്കിൽ അത് വിട്ടുകൊടുക്കുവാനായിട്ട് കർത്താവ് തയ്യാറായിരുന്നു. ആറ്റിറ്റ്യൂഡ്, ഒഴിച്ചു എന്ന ആറ്റിറ്റ്യൂഡ്, വിചാരിച്ചില്ല എന്ന ആറ്റിറ്റ്യൂഡ്. എന്നിട്ട് പറയാണ്, അവൻ വിചാരിച്ചില്ല എന്ന് മാത്രമല്ല, 7-ാം വാക്യത്തിൽ പറയുകയാണ്, ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. He emptied himself. തന്നെത്താൻ ഒഴിച്ചു. അവന്റെ ഡിവിനിറ്റി അല്ല ഒഴിച്ചു കളഞ്ഞത്, അവന്റെ ദൈവത്വത്തെ ഒഴിച്ചു കളയാൻ ഒക്കില്ല. അവൻ എല്ലായ്പ്പോഴും ദൈവം തന്നെയാണല്ലോ. അവൻ തന്നെത്താൻ എംപ്റ്റി ചെയ്തു. വിചാരിച്ചില്ല, അതൊരു മനോഭാവമാണ്. ആ മനോഭാവം പ്രവൃത്തിയിൽ വന്നപ്പോൾ തന്നെത്താൻ ഒഴിച്ചു, അതൊരു ആക്ഷനായിട്ട് മാറി. എന്താ പ്രൈഡ്, എന്താ അഹന്ത എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അഹന്ത എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ വലുതായിട്ട് കാണുക, ഇതൊക്കെയും ഞാൻ അർഹിക്കുന്നു, ഈ മഹത്വമൊക്കെയും എനിക്കുള്ളതാണ്, സ്വയകേന്ദ്രീകൃതമായ ഒരു ചിന്തയാണ് അഹന്ത എന്ന് നാം പറയുന്നത്. അതെങ്ങനെ പ്രകടിപ്പിക്കപ്പെടുന്നതെന്ന് അറിയാമോ? ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലുണ്ട്. പൗലോസ് അപ്പോസ്തലൻ സഭയോട് അത് സൂചിപ്പിക്കുന്നുണ്ട്. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ ഓരോരുത്തൻ താഴ്മയോടെ ഓരോരുത്തൻ തന്നെക്കാൾ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളട്ടെ. താഴ്മയോടെ. അപ്പൊ താഴ്മയുടെ എതിരെ നിൽക്കുന്നത് ശാഠ്യത്താലും ദുരഭിമാനത്താലും, പ്രൈഡ്. ഞാൻ എന്തോ വലിയൊരു സംഭവമാണ്, എല്ലാവരും എന്നെ അംഗീകരിക്കണം, എല്ലാവരും എന്നെ മാനിക്കണം, എന്നെ റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോ എന്റെ ശാഠ്യം കൊണ്ട് ഞാൻ മറ്റുള്ളവരെ പിച്ചു ചീന്തും, എന്റെ ദുരഭിമാനം കൊണ്ട് ഞാൻ എന്നെ തന്നെ പണിയുവാനായിട്ട് ശ്രമിക്കും. അവിടെയാണ്
വീഴ്ച ആരംഭിച്ചത്, പിശാചിന്റെ വീഴ്ചയുടെ കാരണം അതാണ് എന്ന് നാം ഓർക്കണം. എന്നാൽ ക്രിസ്തുവിലുണ്ടായിരുന്ന ഭാവം അതല്ല. അവൻ തന്നെത്താൻ താഴ്ത്തി. He humbled himself. എന്നിട്ട് ആ മനോഭാവം പ്രവൃത്തിയിലേക്ക് വന്നപ്പോൾ അവൻ തന്നെത്താൻ ഒഴിച്ചു എന്നുള്ള കാര്യം നാം ശ്രദ്ധിക്കേണ്ടതാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ, മനുഷ്യനായി അവതരിച്ചപ്പോൾ അവന്റെ മഹത്വം നമുക്ക് മറഞ്ഞിരിക്കുക ചെയ്തത്. അതൊരു വെയിലിൽ ഒരു തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നത് പോലെ ആയിരുന്നു. ചുരുക്കം ചില ആളുകളെ അവന്റെ ശിഷ്യന്മാരെ അത് കണ്ടെത്തിയത് നാം വായിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം ആദ്യ അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ യോഹന്നാൻ പറയുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. വെരി ഫ്യൂ പീപ്പിൾ സോ ദാറ്റ്. ചുരുക്കം ചില ആളുകളെ അത് കണ്ടുള്ളൂ. മറുരൂപമലയിൽ അവന്റെ ഉറ്റ സ്നേഹിതന്മാരായ 3 ശിഷ്യന്മാർക്ക് ആ മഹത്വം കാണുവാനായിട്ട് കഴിഞ്ഞു. പത്രോസ് അപ്പോസ്തലൻ പിന്നീട് ആ കാര്യം ഓർത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാകുന്നു എന്ന് പറയുന്നു. അപ്പൊ അവന്റെ മഹത്വം റിവീൽഡ് അല്ലായിരുന്നു, വെളിപ്പെട്ടില്ലായിരുന്നു. അത് അവനിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഹിഡൻ, അത് വെയിൽഡ് ആയിട്ട്, അത് മറഞ്ഞിരിക്കുന്നതായിട്ടാണ് കണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക. ആത്മീയ കണ്ണുകൾ കൊണ്ട് നോക്കിയവർക്ക് അവന്റെ മഹത്വത്തെ കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ശരിയാ. ലോകം അവന്റെ ആ മഹത്വത്തെ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ അവൾ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്ന് കൊരിന്ത്യർ ലേഖനത്തിലെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. രണ്ടാമത്, അവൻ തന്റെ മഹത്വത്തെ മറച്ചു വെച്ചു എന്ന് മാത്രമല്ല, രണ്ടാമത് അവൻ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുവാനുള്ളതായ ദൈവം എന്നുള്ളതായ പദവിയെ അവൻ മാറ്റിവെക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അവൻ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിപ്പിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ സ്വതവേ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് എനിക്ക് സ്വതവേ ഒന്നും തീരുമാനിക്കാനായിട്ട് കഴിയില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി എന്ന് പറഞ്ഞു. മൂന്നാമത്, അവൻ തന്റെ സ്വർഗീയ സമ്പത്തൊക്കെയും മാറ്റിവെച്ചു. അവന്റെ ഡിവൈൻ റിച്ചസ്. അവൻ സമ്പന്നനായിരുന്നു, മഹാസമ്പന്നനായിരുന്നു. ദൈവം എന്ന നിലയിൽ അവൻ സകലത്തിനെയും ഉടയവനാ, സകലത്തെയും സൃഷ്ടിച്ചവനാ. എന്നാൽ നാം നിമിത്തം അവൻ ദരിദ്രനായി തീർന്നു. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറയുന്നു. അവന്റെ ജീവിതകാലം മുഴുവനും, ഐഹിക ജീവിതകാലം മുഴുവനും അവൻ ദരിദ്രനാരായണന്മാരിൽ ഒരുത്തനെ പോലെയാണ് ജീവിച്ചത്. വഴിയറിയിൽ ജനിച്ചു, ഒരു കന്നുകാലി കൂട്ടിൽ അവനെ വിശ്രമിച്ചു, ഒരു തച്ചന്റെ വീട്ടിൽ തച്ചന്റെ മകനായിട്ട് അവൻ വളർന്നു വന്നത്. അവന്റെ തലചായ്പാൻ ഒരു ഇടമുണ്ടായിരുന്നില്ല. അവൻ കാൽനടയായിട്ടാണ് സഞ്ചരിച്ചത്. അവൻ തന്റെ മഹത്വം മാറ്റിവെച്ചു, അവന്റെ സ്ഥാനവും പദവികളും മാറ്റിവെച്ചു, അവന്റെ അവകാശങ്ങളൊക്കെ മാറ്റിവെച്ചു, അവന്റെ സമ്പത്ത് അവൻ മാറ്റിവെച്ചു. നാം മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് പിന്നെയും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് പലപ്പോഴും ദൈവഹിതത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് മനസ്സ് വരാത്തത്? അങ്ങനെ എങ്ങാനും സമർപ്പിച്ചു പോയെങ്കിൽ, കർത്താവെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് നിനക്ക് സമർപ്പിക്കുന്നു എന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ അങ്ങനെ സമർപ്പിച്ചെങ്കിൽ കർത്താവ് വല്ലതും ചോദിച്ചെങ്കിലോ? എംപ്റ്റി യുവർസെൽഫ് എന്ന് പറഞ്ഞെങ്കിലോ? ഗിവ് അപ്പ്, വിട്ടുകളയുക എന്ന് പറഞ്ഞെങ്കിലോ? അല്ല, നീ പോയി ആ നിന്റെ സഹോദരന്റെ കാല് കഴുകുക എന്ന് പറഞ്ഞാൽ, ആ സഹോദരിയുടെ കാല് കഴുകാനായിട്ട് ആവശ്യപ്പെട്ടാലും അവന്റെ കാല് കഴുകാനോ? നോ ലോർഡ്, ഒരിക്കലുമില്ല എന്ന് നാം പലപ്പോഴും പറയും. നമ്മുടെ മനോഭാവത്തില് ആ ക്രിസ്തുയേശുവിലുള്ള ഭാവം ഉണ്ടാകുന്നില്ല എന്നത് പലപ്പോഴും ഒരു യാഥാർത്ഥ്യമായിട്ട് അവശേഷിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു യൂദാ ഇസ്കറിയാത്താവിന്റെ കാല് കഴുകിയോ? യെസ്, അവനത് ചെയ്തു എന്ന് നാം തിരിച്ചറിയേണ്ടത്. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാ. 1-2 വാക്യങ്ങൾ ഇങ്ങനെയാ: പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ടു പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. 2-ാം വാക്യത്തിൽ പറയുന്നത്, അത്താഴമായപ്പോൾ പിശാച് ശിമോന്റെ മകനായ യൂദാ ഇസ്കറിയാത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കുവാൻ തോന്നിച്ചിരുന്നു. 3-ാം വാക്യം, പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും
താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു, ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്ന് യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ യൂദാ ഇസ്കറിയോത്താവിന്റെ കാലും കഴുകി തുടച്ചു. ഈ ഹംബിൾഡ് ഹിംസെൽഫ്, അവൻ തന്നെ താഴ്ത്തി എന്നുള്ള കാര്യം ഓർക്കണം. നാം പലപ്പോഴും അതിന്റെ വില എത്രയാണ് എന്ന് കണക്ക് കൂട്ടിയിട്ട് ഇറ്റ് ഈസ് ടു മച്ച്, ഇത് വളരെ അധികമാണ്, ഇതെനിക്കാവില്ല എന്ന് പറയാറുണ്ട് എന്നത് നാം ഓർക്കണം. അത്രമാത്രമല്ല കർത്താവ് തന്നെ താഴ്ത്തിയത് എന്ന് ഓർക്കണം. കാൽവറി ക്രൂശിൽ അവൻ കിടന്നുകൊണ്ട് നിലവിളിക്കുന്നത് നാം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഏലി ഏലി ലമാ ശബക്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്. ആ പിതാവിനോടുള്ള ഏകതത്വമുള്ളവൻ, പിതാവിന്റെ മടിയിൽ നിന്ന് ഇരുന്ന ഏകജാതനായ പുത്രൻ, ആ പിതാവുമായിട്ടുള്ള ബന്ധം വേർപെട്ടതായ ചില നാഴികകളെ കുറിച്ച് നാം യോഹന്നാൻ മത്തായി സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്. എന്നെ കൈവിട്ട് കളഞ്ഞത് എന്ത്. നമ്മുടെ പോക്കറ്റിലുള്ള മൊബൈൽ ഫോൺ, അതിന്റെ ചാർജ് ഒന്ന് തീർന്നാൽ, ആ പ്രൊവൈഡറിന്റെ കണക്ടിവിറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇന്റർനെറ്റ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരായി തീരാറില്ലേ? ഒരല്പം നേരത്തേക്ക് കണക്ടിവിറ്റി നഷ്ടപ്പെട്ടാൽ നമ്മൾ പാനിക് ചെയ്യാം. ഇപ്പൊ ശാസ്ത്രലോകം ഒരു ഒരു വാക്ക് തന്നെ കോയിൻ ചെയ്തിട്ടുണ്ട്. നോമോഫോബിയ, നോമോഫോബിയ, നോ മൊബൈൽ ഫോൺ. അതുണ്ടാക്കുന്നതായ ഫോബിയ, ഭയാശങ്കകൾ, അത് പലരെയും ബാധിക്കുന്നുണ്ട്, നമ്മയും പലപ്പോഴും ബാധിക്കുന്നുണ്ട്. അത് അത്ര ഗൗരവമായിട്ട് നാം കാണുന്നെങ്കിൽ പിതാവിനോടുള്ള ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടതായ നാഴികകൾ കർത്താവ് അതിൽ കൂടെ കടന്നു പോകാനായിട്ട് തന്നെ താഴ്ത്തി എന്നുള്ള കാര്യം നോക്കുക. അപ്പൊ എന്താ താഴ്മ? ഹ്യൂമിലിറ്റി. അവകാശങ്ങളെ തിരിച്ചറിയാതിരിക്കുന്നതല്ല, അവകാശങ്ങൾ ഇല്ലാത്തതല്ല, പദവികൾ ഇല്ലാത്തതല്ല, അധികാരം ഇല്ലാത്തതല്ല, അതിനെ മുറുകെ പിടിക്കുന്നില്ല, അത് വിട്ടുകളയുവാനായിട്ട് തയ്യാറാകുന്നു. 7-ാം വാക്യത്തില്, ഫിലിപ്പിയർ ലേഖനം 2:7 പൗലോസ് പറയാണ്, കർത്താവിനെ കുറിച്ച് പറയാണ്, അവൻ ദാസരൂപം എടുത്തു. ദൈവരൂപത്തിൽ ഇരിക്കെ അവൻ ദാസരൂപം എടുത്തു. അവൻ്റെ ഒരു ദാസനായി തീർന്നു. അവൻ എത്രത്തോളം ദൈവമായിരുന്നുവോ അത്രത്തോളം തന്നെ ഒരു ദാസനായി തീർന്നു. തൽക്കാലത്തേക്ക് ഒരു ദാസന്റെ വേഷമിട്ട് അഭിനയിച്ചു എന്നല്ല, അവൻ 100% ഒരു ദാസനെ പോലെ ആയി തീർന്നു. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ, ജോൺ 4:34, കർത്താവ് അത് പറയുന്നുണ്ട്. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ഞാൻ അതിനാ വന്നത്. ആൻഡ് എ സെർവന്റ്, ഡ്യൂലോസ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം അത് കണ്ടു. ഞാനൊരു ദാസനാണ്. കർത്താവിന്റെ മനോഭാവം അത് തന്നെയായിരുന്നു, ഒരു ബോൺ സെർവന്റിന്റെ മനോഭാവം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ഇരുന്നു. ശുശ്രൂഷിക്കുന്നതിനെ പോലെ, ആസ് എ ഡ്യൂലോസ്. മത്തായി 20:28 യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അവന്റെ ആറ്റിറ്റ്യൂഡ് അതായിരുന്നു, അവന്റെ പ്രവൃത്തിയും അത് തന്നെയാണ് വെളിപ്പെടുത്തിയത്. 7-ാം വാക്യത്തിൽ പിന്നെയും പറയുകയാണ്, അവൻ മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. കർത്താവിനെ നമ്മൾ നോക്കിയിരുന്നെങ്കിൽ, ആ കാലഘട്ടത്തിൽ നോക്കിയിരുന്നെങ്കിൽ, അവൻ ഐഹിക ജീവിതകാലത്ത് നോക്കിയിരുന്നെങ്കിൽ അവനൊരു പ്രത്യേകതയും കാണാനില്ല. ഒരു സാധാരണ മനുഷ്യൻ. മറ്റു പലർക്കും ഉണ്ടായിരുന്ന ഒരു പേരാ അവനും ഉണ്ടായിരുന്നത്, യേശുവ. ഒരു സാധാരണ മനുഷ്യൻ, നമ്മെപ്പോലെ ജനിച്ച്, നമ്മെപ്പോലെ വേദനയും ദുഃഖവും രോഗവും ഒക്കെ ശീലിച്ച ഒരു വ്യക്തി, വളരെ സാധാരണക്കാരനെ പോലെ തോന്നിയ ഒരുവൻ. മനുഷ്യന്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളും ഗുണങ്ങളും അവനുണ്ടായിരുന്നു. അവൻ ഉറക്കെ വാവിട്ട് നിലവിളിക്കുന്നതിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവൻ നെടുവീർപ്പിടുന്നതിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവന് വിശന്നു, അവന് ദാഹിച്ചു, അവൻ ക്ഷീണിതനായിരുന്ന സമയങ്ങളുണ്ട്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനായകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. എബ്രായർ 2:14. എന്നാൽ 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഹീബ്രൂസ് 4:15, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനെങ്കിലും അവൻ പാപമൊന്നും ചെയ്തില്ല. അതും മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ താഴ്മയെ വീണ്ടും നാം കാണുമ്പോൾ അവൻ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു.
മാനവജാതിക്ക് വേണ്ടി, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മരിപ്പാൻ അവൻ തയ്യാറായി. അതവൻ സ്വയം തിരഞ്ഞെടുത്തതാണ്, വോളണ്ടിയർ ചെയ്തതാണ്. അവനെ ആരും അതിനെ നിർബന്ധിച്ചിട്ട് വന്നതല്ല. തന്റെ ജീവനെ വെച്ചു കൊടുക്കാൻ അവന്റെ മേൽ യാതൊരു വിധമായ നിർബന്ധവും ഉണ്ടായിരുന്നില്ല. യോഹന്നാൻ 10:18 യേശു പറയുന്നുണ്ട്, ജോൺ 10:18, എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നതുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഹി ഗേവ് ഇറ്റ് ഹിംസെൽഫ്. അവൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തത്. എന്തുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തത്? എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ, പാപത്തിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിപ്പാൻ. അതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു എന്നവൻ അറിയാമായിരുന്നു. അവന്റെ മരണം അതോർക്കേണ്ടത് ആവശ്യം. അതവന്റെ താഴ്ചയുടെ ഭാഗമാണ്. മക്കളെ വിവാഹം കഴിച്ചു, മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് അവരെയൊക്കെ വിവാഹം കഴിപ്പിച്ചിട്ട് നല്ല പ്രായത്തിൽ കർത്താവിൽ നിദ്ര പ്രാപിക്കുകയല്ലായിരുന്നു നമ്മുടെ കർത്താവ്. ഹി ഡൈഡ് എ വയലന്റ് ഡെത്ത്. നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ദുഷ്പ്രവർത്തിക്കാരനെ പോലെ അവനെ ക്രൂശിച്ചു. കള്ളന്മാരുടെ നടുവിൽ അവനെ ക്രൂശിച്ചു. അതും യൗവനത്തിന്റെ മൂർധാവിൽ 33.5 വയസ്സുള്ളപ്പോൾ. ക്രൂശ് മാത്രമല്ല, അവൻ അനുഭവിച്ച പീഡകൾ, അവന്റെ കഷ്ടാനുഭവം. അവർ അവനെ പരിഹസിച്ചു, നിന്ദിച്ചു, അവന്റെ മുഖത്ത് തുപ്പി, അവന്റെ വസ്ത്രം നീക്കി അവനെ അപമാനിച്ചു. അതൊക്കെയും അവൻ സന്തോഷത്തോടെ സഹിച്ചു. അവിടെയാണ് കർത്താവിന്റെ താഴ്മയും അവന്റെ അനുസരണവും വെളിപ്പെട്ടത്. യെശയ്യാപ്രവാചകൻ 53-ാം അധ്യായത്തിൽ മനോഹരമായിട്ട് അത് വിവരിക്കുന്നത് നമ്മൾ വായിച്ച് നമുക്ക് പരിചിതമായ വാക്യങ്ങളാണ്. തന്നെത്താൻ താഴ്ത്തി, വായ് തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. തന്നെത്താൻ താഴ്ത്തി, ഹി ഹംബിൾഡ് ഹിംസെൽഫ്. അവൻ അനുസരിച്ചു. ആർക്കുവാൻ കൊണ്ടുപോകുന്ന മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മിണ്ടാതെയിരുന്നു. തന്നെത്താൻ താഴ്ത്തി മിണ്ടാതെയിരുന്നു. അപ്പൊ ഈ താഴ്ചയും ഈ താഴ്മയും അനുസരണവുമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാതൃക പൗലോസ് വരച്ചു കാണിക്കുന്നത്. അത് ക്രിസ്തു വിശ്വാസികളുടെ മാതൃകയായിട്ട് തീരേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറേണ്ടതാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്. സഹോദരന്മാരെ, കർത്താവിന്റെ മാതൃകയെ നോക്കുക. അതേ ഭാവം, അതേ പ്രവർത്തന ശൈലി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പിശാചിന് നിങ്ങളെ തകർക്കുവാനായിട്ട് കഴിയില്ല. സഭയ്ക്ക് സഭയുടെ ദൗത്യം പൂർത്തീകരിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അവിടെയാണ് നാം 12-ാം വാക്യത്തിലേക്ക് വരുന്നത്. ഞാൻ ഇന്ന് കീ വാക്യമായിട്ട് വായിച്ചു 12-ലേക്ക് വരുന്നത്. 12-ാം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. അതുകൊണ്ട് therefore. അപ്പൊ therefore എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലം എന്താണെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. therefore, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ, just as you have obeyed always, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ, ഇപ്പോൾ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ. ഏതൊരു പാസ്റ്ററും ഏതൊരു സഭാ ശുശ്രൂഷകനും തൻ്റെ സഭയെക്കുറിച്ച് കേൾപ്പാൻ ആഗ്രഹിക്കുന്നതായ ഒരു കമന്റ് അത്. അവർ അനുസരണമുള്ള ഒരു സഭയാണ്. They are an obedient group. പൗലോസിന് ഫിലിപ്പിയ സഭയെക്കുറിച്ചുള്ള പ്രശംസ അതാ. അവരെല്ലായ്പ്പോഴും അനുസരിക്കുന്ന ഒരു സഭ, ഉപദേശങ്ങളോട് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്ന ഒരു സഭയാണ്. എന്നിട്ട് പൗലോസ് അവരോട് പറയാണ്, നിങ്ങൾ എല്ലായ്പ്പോഴും ചെയ്തതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇപ്പോൾ ദൂരത്തിരിക്കുമ്പോഴും നിങ്ങൾ അനുസരിക്കുന്നവരായി തീരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു എന്നാ പൗലോസ് പറയുന്നത്. അപ്പൊ അവരുടെ അനുസരണത്തിൽ പൗലോസിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഏറെ താമസിയാതെ പൗലോസ് ഫിലിപ്പാസ് പട്ടണം സന്ദർശിപ്പാൻ തന്റെ ഹൃദയത്തിൽ ചില താല്പര്യങ്ങളും പ്ലാനുകളും ഒക്കെ ഉണ്ട്. ഇനി അഥവാ അത് പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിലും അവരെ അനുസരണമുള്ളവരായിട്ട് എപ്പോഴും കാണുവാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം അവര് കർത്താവിന്റെ രക്ഷിക്കപ്പെട്ടവരാണ്, അവർ ദൈവമക്കളാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അവര് കർത്താവിനെ എല്ലാത്തിലും അനുസരിക്കുന്നവരാണ് എന്നുള്ളതാണ്. അവരുടെ അനുസരണത്തിൽ തികഞ്ഞ ഒരു കൂട്ടരാണ് എന്നുള്ളത്. സൂപ്പർവിഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആരെങ്കിലും അവരുടെ മേൽ നിർബന്ധം അടിച്ചേൽപ്പിച്ചാലും ഇല്ലെങ്കിലും, അവരുടെ ഹൃദയത്തിൽ നിന്ന് അനുസരിക്കുന്ന ഒരു കൂട്ടം. പണിഷ്മെന്റിനെ പേടിച്ചിട്ടല്ല, ശാസനയെ പേടിച്ചിട്ടല്ല, ശിക്ഷയെ പേടിച്ചിട്ടല്ല. കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന്. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് എല്ലാവരും മരിച്ചു എന്ന് എണ്ണുന്ന
ആ ഒരു മനോഭാവത്തോടുകൂടെ ഉള്ള ഒരു അനുസരണം, അതൊരു സഭയുടെ മുഖമുദ്രയാണ്. സഭ ശരിയായ പാതയിലാണ് എന്നുള്ളതിന്റെ തെളിവാണ്. ഫിലിപ്പിയുടെ വിശ്വാസികളിൽ നാം അതാണ് കാണുന്നത്. എന്നിട്ട് പൗലോസ് അവരോട് പറയുകയാണ് 12-ാം വാക്യത്തിൽ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ നൗ ഐ വോണ്ട് യു ടു ഡു സംതിങ്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഏറ്റവും അധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. രക്ഷയ്ക്കായി പ്രവർത്തി, അല്ലെങ്കിൽ രക്ഷയെ പ്രാവർത്തികമാക്കുവിൻ. നാം പലപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ആർ യു സേവ്ഡ്? നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്നത്. ആ ചോദ്യത്തിന് നമ്മളൊരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഉണ്ട്, അതെ, ഞാൻ ഇന്ന ദിവസം ഇന്ന നാളെ ഇന്ന മീറ്റിംഗിൽ വെച്ച് രക്ഷിക്കപ്പെട്ടു എന്നൊരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മറുപടി ആയിരിക്കാം കിട്ടെ. നിങ്ങൾ എന്താ എന്നോട് ചോദിക്കുന്നത്? ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണെന്നാണോ ചോദിക്കുന്നത്? എൻ്റെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാമേ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് ജനിച്ചാണ്, ഇന്ന സഭയുടെ അംഗമാണ് എന്നൊക്കെയുള്ള മറുപടികൾ നമ്മൾ കേട്ടു എന്ന് വരാം. ആ ചോദ്യം ധ്വനിപ്പിക്കുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിലുള്ള ധ്വനി സാൽവേഷൻ ഈസ് എ പാസ്റ്റ് എക്സ്പീരിയൻസ്. രക്ഷ എന്ന് പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞ ഒരു അനുഭവമായിട്ടാണ് നമ്മൾ ആ വാക്ക് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം അതെ, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അല്ല എനിക്കതേക്കുറിച്ചൊന്നും അറിയില്ല എന്ന ഉത്തരം. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത് രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നാണ്. അതിന്റെ അർത്ഥം രക്ഷിക്കപ്പെടുവാൻ ഇനി എന്തോ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ എന്തോ ചെയ്യുവാനുണ്ട് എന്ന ധ്വനിയാണോ? അപ്പൊ ആ വാക്കുകളിന് എന്താ അപ്പോസ്തലനായ പൗലോസ് അർത്ഥമാക്കുന്നത്? ആ പ്രയോഗം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. വിശദീകരിക്കുകയല്ല, വളരെ ലളിതമായിട്ട് നാം ചിന്തിച്ചാൽ നമ്മുടെ വേദപുസ്തകത്തിന്റെ ചിന്താഗതി അനുസരിച്ച് രക്ഷയ്ക്ക് 3 ഭാഗമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വളരെ ലളിതമാക്കി പറയുമ്പോൾ, ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, നീതീകരണമുണ്ട്, വിശുദ്ധീകരണമുണ്ട്, തേജസ്കരണമുണ്ട്. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരാൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം ചോദിക്കുമ്പോൾ നാം വാസ്തവത്തിൽ അർത്ഥമാക്കുന്നത് ദൈവമുമ്പാകെ നീതീകരിക്കപ്പെട്ടവരായിരിക്കുന്നുവോ എന്ന ചോദ്യമാണ്. ഒരു പുതുജന്മത്തിന്റെ അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ടോ? നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനമായി എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടോ? ദൈവമുമ്പാകെ നിങ്ങൾ സ്വീകാര്യരായി തീർന്നിട്ടുണ്ടോ? പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? നിങ്ങൾ ദൈവമക്കളാണോ? ഈ ചോദ്യങ്ങളെല്ലാം ആണ് നീതീകരണത്തിൽ നാം കാണുന്നത്. നമ്മുടെ പ്രവൃത്തികളല്ല നാം നീതീകരിക്കപ്പെടുന്നത് നമുക്കറിയാം. അടിസ്ഥാന പ്രമാണങ്ങൾ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതില്ലല്ലോ. എന്നാൽ ഒരുവന്റെ പ്രവൃത്തിയാണ് നമ്മുടെ നീതീകരണത്തിന് കാരണമായി തീർന്നത്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നിവർത്തിച്ചതായ രക്ഷണ്യ വേലയാണ്, അവന്റെ രക്ഷണ്യ പ്രവൃത്തിയാണ്. അതാണ് നമ്മുടെ രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്നിരിക്കുന്നത്. നാം ദൈവത്തിന് മുമ്പാകെ സ്വീകാര്യരാക്കി തീർത്തത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നീതി വസ്ത്രം നമ്മെ ധരിപ്പിച്ചതുകൊണ്ടാണ്. ദൈവം നമ്മെ അറിയുന്നത് ആ നിലയിലാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മെ അടിമകളെന്ന് മാത്രമല്ല, ഡ്യൂലോസ് എന്ന് മാത്രമല്ല അറിയപ്പെടുന്നത്, സ്വർഗം നമ്മെ അറിയുന്നത് സെയിൻസ് എന്നാണ്, വിശുദ്ധന്മാരെന്നാണ്. ഫിലിപ്പിയ ലേഖനം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും, ടു ഓൾ ദ സെയിൻസ് ഇൻ ഫിലിപ്പൈ. വിശുദ്ധന്മാരാ. എവിടുന്നാ വിശുദ്ധ പദവി നമുക്ക് ലഭിച്ചത്? കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം നമ്മെ സെയിൻസ്, വിശുദ്ധന്മാരായിട്ടാണ് കാണുന്നത് എന്ന കാര്യം ഓർക്കുക. എന്നാൽ ആ പദവി, ആ പേര് അന്വർത്ഥമാക്കി തീർക്കുന്ന പ്രക്രിയയാണ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നീതീകരണം, വിശുദ്ധീകരണം. ദൈവം നമ്മെ വിശുദ്ധന്മാർ, നീതീകരിക്കപ്പെട്ടവർ എന്ന് വിളിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുകയും ദൈവത്തിന്റെ നീതി നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുകയും ചെയ്യുന്ന ആ പ്രക്രിയ, അതിനെയാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് നാം വിളിക്കുന്നത്. അനുദിന ജീവിതത്തിൽ ഓരോ ദിവസവും നാം മുമ്പോട്ട് ആത്മീയ ജീവിതത്തിൽ പോകുമ്പോൾ ഈ ഒരു പ്രക്രിയയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. അതിന്റെ അർത്ഥം നാം ഓരോ ദിവസവും കഴിയുന്തോറും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് കുറെ കൂടെ അനുരൂപരായി തീരുന്നു എന്നുള്ളത്, പക്വതയുള്ള വിശ്വാസികളായി തീരുന്നു എന്നുള്ളത്. നമ്മളൊരു ഒരു ഡോക്ടറെ പരിചയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെ, ഒരു വക്കീലിനെ പരിചയപ്പെടുമ്പോൾ പതിവായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഡോക്ടറോ വക്കീലോ ഏതെങ്കിലും ഒരു പ്രൊഫഷണലിനെ നമ്മൾ കാണുമ്പോൾ പരിചയപ്പെടുമ്പോൾ ചോദിക്കുന്നതുണ്ട്,
എവിടെയാ പ്രാക്ടീസ് ചെയ്യുന്നത്? വേറെ ആരും പ്രാക്ടീസ് ചെയ്യും. അപ്പോ ബിരുദം എടുത്തു എന്നതുകൊണ്ടായില്ല അവര് പക്വതയുള്ള ഒരു പ്രൊഫഷണൽ ആയിത്തീർന്നു എന്ന് നാം അറിയുന്നത് അവരത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. നാം വിശുദ്ധന്മാരെന്ന് ദൈവം സ്വർഗം നമ്മെ വിളിക്കുമ്പോൾ ആ വിശുദ്ധിയുടെ നേച്ചർ, കർത്താവായ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന അതേ സ്വഭാവം, അവന്റെ അതേ ഭാവം, അവന്റെ അതേ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കാണുമ്പോഴാണ്, നാം അവനോട് അനുരൂപരായി തീരുമ്പോഴാണ് അത് അന്വർത്ഥമായി തീരുന്നത് എന്ന കാര്യം. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായ ഒരു ആന്തരിക ആത്മീയ യാത്രയുടെ ഭാഗമാണ്. ഓരോ ദിവസം കഴിയുന്തോറും നാം അവന്റെ സ്വരൂപത്തോട് കുറെ കൂടെ അനുരൂപരായി തീരുന്നതായ പ്രക്രിയ. മൂന്നാമത് ഗ്ലോറിഫിക്കേഷൻ ഉണ്ട്, തേജസ്കരണമുണ്ട്. അവിടെയും നമുക്ക് യാതൊന്നും കാര്യമായിട്ട് പ്രവർത്തിപ്പാനില്ല. ഒരു നിമിഷം നൊടി നേരത്തിനുള്ളിൽ സംഭവിക്കുന്നതായ ഒരു രൂപാന്തരത്തെ കുറിച്ചാണ് ദൈവവചനം ഗ്ലോറിഫിക്കേഷനെ കുറിച്ച്, തേജസ്കരണത്തെ കുറിച്ച് പറയുന്നത്. ആ തേജസ്കരണത്തോടുകൂടിയാണ് നാം പൂർണ്ണമായിട്ടും കർത്താവായ യേശുക്രിസ്തുവിന് അനുരൂപരായി തീരുന്നത്. ഫിലിപ്പ് ലേഖനത്തിൽ തന്നെ 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഇങ്ങനെയാണ്. ഫിലിപ്പ് ലേഖനം 3:21 വായിക്കുന്നത്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെട്ടു. ഇൻസ്റ്റന്റേനിയസ്ലി, ഇൻ എ മൊമെന്റ്സ് ടൈം, ഒരു നിമിഷ നേരം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. കൊരിന്ത്യ ലേഖനത്തിലോ 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലും പറയുന്നുണ്ടത്, മൂടുപടി നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിനെ തേജസ്സിനെ അതുപോലെ പ്രതിബിംബിക്കുന്നവരായി തീരും. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. അത് തേജസ്കരണത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ, നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുക, രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ എന്തിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കുവാനാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. നീതീകരണത്തെ കുറിച്ചല്ല, അതൊരു പാസ്റ്റ് ഇവന്റാ. അത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതാ. അവനാണ് നമ്മെ പുതുതായി ജനിപ്പിച്ചത്. തേജസ്കരണത്തെ കുറിച്ചല്ല, അതിനി സംഭവിക്കാനുള്ളതാ. അവിടെയും നമുക്കൊന്നും ചെയ്യുവാനില്ല. നമ്മെ നൊടിനേരത്തിനുള്ളിൽ അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കുന്നത് ദൈവത്തിന്റെ പ്രവർത്തനമാണ്. എന്നാൽ വിശുദ്ധീകരണ പ്രക്രിയ, സാങ്ക്ടിഫിക്കേഷൻ, അത് ഇന്ന് ആനുകാലിക ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്. അനുദിനം സംഭവിക്കേണ്ടതായ ഒരു മാറ്റമാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത് വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ എന്ന്. അടുത്ത വാക്യം 13-ാം വാക്യം പറയുന്നത് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. പിന്നെയും നമ്മുടെ ആ വാക്യം നമ്മെ കുറെ കൂടെ കൺഫ്യൂസ് ചെയ്യും എന്ന് ചിന്തിക്കാൻ ആയതുകൊണ്ട്, ഫോർ ഇറ്റ് ഈസ് ഗോഡ് വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ എന്ന് 12-ാം വാക്യത്തിൽ പറഞ്ഞു. 13-ാം വാക്യത്തിൽ പറയുകയാണ്, ഫോർ ഇറ്റ് ഈസ് ഗോഡ് ഹു വർക്ക്സ് ഇൻ യു, ദൈവമാണ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ ഞാൻ രക്ഷയെ പ്രാവർത്തികമാക്കണം, അതോ ദൈവമാണോ എന്നിൽ ഇത് പ്രവർത്തിക്കുന്നത് എന്ന ആശയക്കുഴപ്പം. ഇത് നൂറ്റാണ്ടുകളായിട്ട് സഭയിൽ നിലനിൽക്കുന്ന ഒരു ആശയക്കുഴപ്പമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉപദേശങ്ങൾ വ്യത്യസ്തമായിട്ട് വിവിധ സഭാവിഭാഗങ്ങൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിന്റെ ആഴങ്ങളിലേക്കൊന്നും നമുക്ക് പോകേണ്ടതായിട്ടില്ല. എന്നാൽ വിശുദ്ധീകരണം, അത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ്. തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, 1 തെസ്സലോനിക്കർ 4:3 പറഞ്ഞു, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, ഹീബ്രൂസ് 12:14, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പൊ ഇത് അബ്സല്യൂട്ട് എസെൻഷ്യൽ ആണ്. 100% ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ്. നാം വിശുദ്ധീകരണത്തിൽ മുൻപോട്ട് പോകണം, കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരണം എന്നുള്ളത്. അതെങ്ങനെയാ സംഭവിക്കുന്നത്? ഇതിനുവേണ്ടി ഞാൻ കഠിനമായി പ്രയത്നം ചെയ്ത് അധ്വാനിച്ച് അത് നേടുകയാണോ, അതോ ഞാൻ മിണ്ടാതിരുന്ന് ദൈവം അത് ചെയ്യട്ടെ, ദൈവമാണല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് ദൈവം ചെയ്തട്ടെ എന്ന് വിചാരിച്ച് നിസ്സംഗതയോടുകൂടി കാത്തിരിക്കുകയാണ്? ഇത് രണ്ടുമല്ല. ഇതിനിടയിൽ ഒരു ബാലൻസ് ഉണ്ടെന്ന് ദൈവവചനം വ്യക്തമാക്കുക. 1-2 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഫിലിപ്പിയർക്ക് 2 പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഇങ്ങനെയാണ്,
തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നല്ലോ. അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. 4-ാം വാക്യത്തിൽ പറയുന്നത്, അവയാൽ അവൻ നമുക്ക് അതിമഹത്വവും വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. അവന്റെ ദിവ്യശക്തി, പ്രോമിസസ്, ഹിസ് പവർ ആൻഡ് ഹിസ് പ്രോമിസസ്, അത് ദൈവം നമുക്ക് നൽകിയിരിക്കുക. പക്ഷേ എന്നിട്ട് അതേ അധ്യായത്തിന്റെ 5, 6, 7 വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ പറയുന്നത്, 5-ാം വാക്യം പറയുന്നത്, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് വിത്ത് ഓൾ ഡിലിജൻസ്. അപ്പൊ ദൈവം ചിലത് നൽകിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ നിസ്സംഗതയോടുകൂടി നോക്കിയിരിക്കുവാനല്ല, നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് ഉത്സാഹിക്കേണ്ടതാണ്, പ്രയത്നിക്കേണ്ടതാണ്. ഗോഡ് ഈസ് അറ്റ് വർക്ക്, ബട്ട് അവന്റെ ഡിവൈൻ പവർ, അവന്റെ ദിവ്യശക്തി നമുക്ക് പലതും നൽകിയിട്ടുണ്ട്, എന്നാൽ നാം പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പത്രോസ് അപ്പോസ്തലൻ. ഒരു ബാലൻസ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കാം. 12-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ഫിലിപ്പി ലേഖനം 2:12 വായിച്ചത്, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നാ പറഞ്ഞത്. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവമാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. സോ there is God working in us and we working in the power of God. ദൈവത്തിന്റെ ശക്തിയിൽ, ദൈവം നൽകുന്ന ഊർജത്തിൽ നാം പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം കണ്ടത് നിങ്ങൾ ഓർക്കുക, മറക്കരുത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ താഴ്മ, അവന്റെ അനുസരണം, നമുക്കൊരു മോഡൽ, ഒരു മാതൃക തന്നിരിക്കുക. എങ്ങനെയാണ് താഴ്മയുള്ളവരായിരിക്കേണ്ടത്, എങ്ങനെയാണ് അനുസരിക്കേണ്ടത് ആണെന്നുള്ള ഒരു മാതൃക നൽകിയിരിക്കുകയാണെന്നുള്ള കാര്യങ്ങൾ. ആ മാതൃകയ്ക്ക് അനുസരിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ വർക്കൗട്ട് ചെയ്യുവാനായിട്ട്, നമ്മെ തന്നെ താഴ്ത്തുവാൻ, നമ്മെ തന്നെ അനുസരണമുള്ളവരായിട്ട് വിധേയപ്പെടുത്തുവാനായിട്ട് ഉള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്. സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം നാം ആഗ്രഹിക്കുന്നുണ്ടോ? വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. കർത്താവിനെ പോലെ ആയിത്തീരുവാൻ അതിനൊരു എഫർട്ട് ആവശ്യമാണ്, അതിനൊരു പ്രയത്നം ആവശ്യമാണ്. പ്രയത്നം കൂടാതെ ഫലം കാണുവാനായിട്ട് നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിംഗ്, ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. നശിച്ചു പോകുമെന്നുള്ള ഭയമല്ല, ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഭയമല്ല, പക്ഷേ നമ്മെ ഉത്തേജിപ്പിക്കുന്നതായ ഒരു ഭയം, ഇതെനിക്ക് നേടേണ്ടതാണ് എന്നുള്ളതായ ഒരു ആഗ്രഹം. കൊരിന്ത്യ ലേഖനത്തിൽ, അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനത്തിലും പത്രോസിന്റെ ലേഖനത്തിലും ഒക്കെ ഇതേ കാര്യം ആവർത്തിക്കുന്നത് കാണാം. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞു. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യങ്ങൾ നോക്കിയാൽ അതേ കാര്യം ആവർത്തിക്കുന്നത് കാണാം. 1 പത്രോസ് 15-ാം അധ്യായം 1-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ. 15-ാം വാക്യം, നിങ്ങളെ വിളിച്ച വിശുദ്ധനത്തോടും അനുസരണമൊക്കെയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നിട്ട് 17-ാം വാക്യത്തിൽ പറയുകയാണ്, മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. കോണ്ടക്ട് യുവർസെൽഫ് വിത്ത് ഫിയർ. കൊരിന്ത്യർ 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പറയുന്നു, പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. അവിടെയാണ് നമ്മളുടെ ഉത്സാഹം വരേണ്ടത്. പ്രാപിപ്പാൻ തക്കവണ്ണം, എനിക്കും അത് പ്രാപിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളൂ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുക. അപ്പൊ ക്രിസ്തീയ ജീവിതം ലോകത്തോടും പിശാചിനോടും, നാം പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ, ലോകത്തോടും പിശാചിനോടും നമ്മളിലുള്ളതായ ജഡ താല്പര്യങ്ങളോടും ഒക്കെ ഉള്ളതായ ഒരു നിരന്തര പോരാട്ടമാണ്. പാപത്തോടുള്ള പോരാട്ടം, ആത്മീയ ശക്തികളോടുള്ള പോരാട്ടം, ലോകത്തോടുള്ളതായ ലോകസ്നേഹത്തോടുള്ളതായ പോരാട്ടം, നമ്മിലുള്ളതായ പ്രാകൃത മനുഷ്യന്റെ താല്പര്യങ്ങളോട്, ജഡമോഹങ്ങളോടുള്ളതായ പോരാട്ടം, ഇതൊക്കെ നമ്മിൽ നിരന്തരം നമ്മെ ഒരു പോരാട്ട കളത്തിൽ ആണ് നിർത്തുന്നത് എന്നുള്ള കാര്യമാണ്. അവിടെ നിസ്സംഗതയോടുകൂടി നോക്കി നിൽപ്പാനാകില്ല, നാം പോരാടേണ്ടത് ആവശ്യമാണ്. കർത്താവിനെ കുറിച്ച് നമ്മൾ വായിച്ചത്, മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു, പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുന്നതിനെ കുറിച്ച് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എല്ലാം നമ്മുടെ അനുസരണം, താഴ്മയും അനുസരണവും ശ്രദ്ധയ അർഹിക്കുന്നതായ കാര്യങ്ങളാണ് എന്ന കാര്യം ഓർക്കും. അവിടേക്കാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ ശ്രദ്ധയെ എത്തിയിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പോരാടണം, നിങ്ങൾ പ്രയത്നിക്കണം, രക്ഷയെ പ്രാവർത്തികമാക്കണം.
എന്നാൽ അതിനേക്കാൾ ശക്തമായ ഒരു പവർ, ഒരു ശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട്. ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നിങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഗോഡ് വർക്ക്സ് ഇൻ യു. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തിയാ മുൻപേ ഉള്ളത്. ദൈവമാണ് നമ്മളിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചത്. ഫിലിപ്പ് ലേഖനം 1:6 വായിക്കുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം 1:6 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 1:4 വായിക്കുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. ഗോഡ് ഈസ് കമ്മിറ്റഡ് ടു ഡു ഇറ്റ്. ദൈവം അത് നമ്മിൽ നിർവഹിപ്പാനായിട്ട്, പൂർത്തീകരിപ്പാനായിട്ട് കമ്മിറ്റഡ് ആണ് എന്ന കാര്യം ഓർക്കണം. നമ്മിലൊരു പ്രവൃത്തിയെ ദൈവം ആരംഭിച്ചിരിക്കുകയാണ്. അത് പൂർണ്ണതയിൽ എത്തിക്കുവാനായിട്ട് ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അവന്റെ ശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട് എന്നത്. ഗലാത്യ സഭയ്ക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. സഭ ചിന്തിച്ചത്, അവരെ സഭയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. നിങ്ങൾ ഇത്ര ബുദ്ധിഹീനരോ എന്ന് ചോദിക്കുന്നു. അപ്പോ നമ്മുടെ പ്രയത്നം ആവശ്യമുണ്ട്. എന്നാൽ ദൈവമാണ് അത് സാധ്യമാക്കി തരുന്നത്. അതിനാവശ്യമായ ഉദവികൾ നൽകുന്നത് ദൈവമാണ്. നമ്മുടെ അധ്വാനം ആവശ്യമുണ്ട്. എന്നാൽ അത് വിജയത്തിലേക്ക് എത്തിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. വീട് പണിയേണ്ടത് ആവശ്യമാണ്. എന്നാൽ യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ നമ്മുടെ പ്രയത്നം വ്യർത്ഥമായി. നമ്മിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. നമ്മുടെ പാസ്റ്ററോ നമ്മുടെ സഹവിശ്വാസികളോ നമ്മുടെ സ്നേഹിതരോ ഒന്നുമല്ല. ദൈവമാണ് നമ്മിൽ പ്രവർത്തിക്കുന്നത് എന്ന് നാം തിരിച്ചറിയും. ഒരു ഉദാഹരണം പഴയ നിയമത്തിൽ നിന്ന് എടുക്കുന്ന വളരെ നന്നായിരിക്കും, രസകരമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോയാൽ അബ്രഹാമിന്റെ കൂടാരത്തിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ വന്നത് നാം വായിക്കുന്നുണ്ട്. 18-ാം അധ്യായത്തിലുണ്ട്. അവര് അബ്രഹാമിനോട് സംസാരിച്ചു. ആ കൂട്ടത്തിൽ സാറായോട് സംസാരിക്കുന്ന കേട്ടു. സാറായിക്കും അബ്രഹാമിന് ഒരു മകൻ ജനിപ്പാൻ പോകുന്നു എന്ന സദ്വാർത്ത അവർ അറിയിച്ചു. സാറായിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കൂടാരത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ചിരിച്ചു എന്ന് ദൈവം അതിന് രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവം അത് ശ്രദ്ധിച്ചു. എന്നിട്ട് അബ്രഹാമിനോട് ചോദിക്കുന്നത്, യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായി ഞാൻ പ്രസവിക്കുന്നു, ഇത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിക്കുന്നത് എന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. സാറായിൽ നമ്മൾ കാണുന്ന അവിശ്വാസമാണ്. സാറായിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദിസ് ഈസ് ഇംപോസിബിൾ. എന്റെ ശരീരം നിർജീവമായിരിക്കുന്നു, എന്റെ ഗർഭപാത്രം നിർജീവമായിരിക്കുന്നു. ഇറ്റ് ഈസ് ഇംപോസിബിൾ, അസാധ്യം. പക്ഷേ എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ സാറായെ കാണുന്നത് അങ്ങനെയല്ല. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണി പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. വിശ്വാസത്താൽ സാറ. അപ്പോ ആദ്യം അവിശ്വാസം അവരുടെ ഉള്ളിൽ വന്നുവെങ്കിലും അവൾ നോക്കി, അവൾ പിന്നീട് ചിന്തിച്ചു കാണും, ഇതാരാ ഇത് പറയുന്നത്? ആരാ ഇത് വാഗ്ദത്തം ചെയ്യുന്നത്? ഇഫ് ഇറ്റ് ഈസ് ഗാഡ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിർജീവമായ എന്റെ ഗർഭപാത്രത്തെ ജീവനുള്ളതാക്കി തീർപ്പാൻ, അവിടെ നിന്നൊരു ശിശുവിന് ജന്മം കൊടുക്കാനായിട്ട് അതിനെ സജീവമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞപ്പോൾ ഷി ബിലീവ്, അവൾ വിശ്വസിച്ചു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തതിനെ വിശ്വസ്തനെന്ന് എണ്ണി പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഇത് നാം തിരിച്ചറിയേണ്ടതാണ്. ഒരുപക്ഷെ വിശുദ്ധീകരണ പ്രക്രിയ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ കഠിനമായിരിക്കാം. പലപ്പോഴും പാപത്തിൽ നാം അകപ്പെടുകയും നാം പിന്നോക്കം പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ നമ്മെ വിളിച്ച ദൈവം, നമ്മിൽ ഈ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം, അവന്റെ എല്ലാ റിസോഴ്സസും നമുക്ക് നൽകുവാനായിട്ട് ശക്തനാണ്. അവൻ അതിന് തയ്യാറാണ്, അവൻ ഒരുക്കമുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് പോസിബിൾ ആയിത്തീരുന്നത് എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതാണ്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ ദൈവം തന്റെ ആത്മാവിന്റെ സഹായത്താൽ നമ്മിൽ സാധ്യമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അതിനാ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത് എന്ന കാര്യം. അപ്പൊ വിശുദ്ധീകരണം ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൽ ഈ താല്പര്യം നൽകുന്നത്. അതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിന് ആവശ്യമായ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ദൈവമാണ്. അവൻ നമ്മിൽ ആരംഭിച്ച വേല പൂർത്തീകരിക്കും. നമ്മെ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കി നിർത്തുന്നതായ ഒരു ദിവസമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. 1-2 വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഓർക്കുന്നത് നല്ലതാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തില് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. 1 Corinthians 15:10. 1 കൊരിന്ത്യർ 15:10. അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക.
എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടിയുള്ള ദൈവകൃപയത്രേ. ലുക്ക് അറ്റ് ദാറ്റ്. ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എല്ലാവരെക്കാളും ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടിയുള്ള ദൈവകൃപയത്രേ. ഐ എം വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ, ഇറ്റ് ഈസ് ഗോഡ് വർക്കിംഗ് ഇൻ യു. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ, ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നിങ്ങളിൽ പ്രവർത്തിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. കൊലോസ്യർ 1:28-29 വാക്യങ്ങൾ. കൊലോസ്യർ 1:28-29. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെ പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യരോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. വി വർക്ക്. ഞങ്ങൾ ഉപദേശിക്കുന്നു, ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നു, ഞങ്ങൾ ഉത്സാഹിപ്പിക്കുന്നു. സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിലാണ് പൗലോസ് പറയുന്നത്. എന്നിട്ട് 29-ാം വാക്യത്തിൽ പറയുകയാണ്, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഐ ലേബർ, ഞാൻ അധ്വാനിക്കുന്നു, എന്നാൽ എന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിക്ക് ഒത്തവണ്ണമാണ് ഞാൻ ലേബർ ചെയ്യുന്നത്. പൗലോസ് തന്റെ ശുശ്രൂഷയെ കുറിച്ച്, തന്റെ മിനിസ്ട്രിയെ കുറിച്ച് അങ്ങനെയാ പറയുന്നത്. അപ്പൊ ഈ അത്യന്ത ശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നു, ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങളിലേക്ക് എത്തിച്ചേരും എന്നതിന്റെ ഉറപ്പ്. എന്താ ദൈവത്തിന്റെ വാക്ക് പ്രോമിസ്? ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നമ്മിൽ പ്രവർത്തിക്കുന്നു. ദൈവത്തിന് ഒരു ഇഷ്ടം നമ്മിലുണ്ട്, ഒരു ഹിതമുണ്ട് നമ്മിൽ. അവന്റെ നമ്മെക്കുറിച്ചുള്ള ഹിതം നന്മയ്ക്കായിട്ടുള്ള ഒരു ഹിതമാണ്. നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ ശുഭകരമായ ഭാവിയെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങളാണ്. നമ്മെ തകർത്ത് കളയുവാനല്ല, നമ്മെ പണിയുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർക്കാം. അതുകൊണ്ടാണ് ധൈര്യത്തോടെ അവന്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാൻ കഴിയുന്നത്. അവൻ താഴ്ത്തി ഏൽപ്പിച്ചാൽ തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തുന്ന ദൈവം. നാം അനുസരണത്തോടെ അവന്റെ ഹിതത്തിന് നമ്മെ തന്നെ കീഴ്പ്പെടുത്തി കൊടുത്താൽ കർത്താവായ യേശു ക്രിസ്തുവിന് സംഭവിച്ചത്, നമ്മൾ അവിടേക്ക് പോയില്ല. അപ്പോൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യം 10-11 വാക്യങ്ങളിലെ പോലെ ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. God exalted him. അവനെ ഉയർത്തി. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ, ഹംബിളി, വിത്ത് ഹ്യൂമിലിറ്റി. അവനെ സകലത്തിനും അനുസരിപ്പാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവവും തക്ക സമയത്ത് നമ്മെ ഉയർത്തും. അവന് നമ്മിൽ ആരംഭിച്ച വേലയെ അവൻ പൂർത്തീകരിക്കും. വ്യക്തികളായിട്ട് നാം അവന്റെ വിശുദ്ധിയുടെ പ്രാപിക്കുകയും അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുകയും ചെയ്യും. സഭയായിട്ട് എന്ത് സംഭവിക്കും എന്നും കൂടെ നമുക്ക് വളരെ വേഗത്തിൽ അടുത്ത 4-5 മിനിറ്റുകൾക്കുള്ളിൽ നോക്കിയിട്ട് നിർത്താം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ ഞാൻ വീണ്ടും വായിക്കുന്നു. 14 and 15. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം വെറുവെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ഇൻഡിവിജ്വലി എന്താണ് സംഭവിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 2 കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. ഒന്ന്, വ്യക്തിപരമായിട്ട് നാം ദൈവസേനയിൽ നാം രക്ഷിക്കപ്പെട്ടു, അവന്റെ സേനയിൽ നീതീകരിക്കപ്പെട്ടു, തേജസ്സിനായിട്ട് ദൈവം നമ്മെ മുൻ നിയമിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ലോകത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുദിനം അനുരൂപരാക്കി തീർക്കുന്ന ഒരു വിശുദ്ധീകരണ പ്രക്രിയയിൽ കൂടെ കടന്നു പോകേണ്ടതാണ്. അതെല്ലായ്പ്പോഴും സുഖകരമാകണം എന്നില്ല. നമ്മെ തന്നെ അവന്റെ കാര്യങ്ങൾ താഴ്ത്തി അനുസരണമുള്ളവരായി തീർന്നാൽ അവൻ നമ്മിൽ ഈ ആരംഭിച്ച വേല പൂർത്തീകരിക്കും. എന്നാൽ സഭയായിട്ട് ലോകത്തിൽ നാം നിൽക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം നാം വായിച്ചത് ഓർക്കുക. ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങി പോകാതെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ആ പോരാട്ടത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് എന്നും കൂടെ നമുക്ക് ശ്രദ്ധിക്കുന്നത് നല്ലത്. ഇവിടെ നാം വായിച്ചത് 15-ാം വാക്യത്തിൽ വായിച്ച അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രഘോഷിച്ചുകൊണ്ട് എന്നല്ല, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, ലിവിങ് ദ മെസ്സേജ്. ജീവന്റെ വചനം പ്രഘോഷിക്കേണ്ടത് ആവശ്യമാണ്, അത് വേണ്ട എന്നല്ല പറഞ്ഞത്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്
വക്രതയും കോട്ടമുള്ള ഒരു തലമുറയുടെ നടുവിലാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. അതിന്റെ നടുവിൽ ഈ ജീവന്റെ വചനം, ജീവൻ നൽകുവാൻ കഴിയുന്നതായ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളായി തീരുവാൻ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ല ആരെയും രക്ഷിക്കുന്നത്, പക്ഷെ ആ ജീവിത ശൈലിയാണ് നാം പ്രസംഗിക്കുന്ന വചനത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്നത്. ദൈവവചനമാണ് രക്ഷിക്കുന്നത്. അത് പ്രസംഗിക്കപ്പെടേണ്ടതും ആവശ്യമാണ്. എന്നാൽ അത് പ്രസംഗിക്കപ്പെടുന്നത് നമ്മുടെ ജീവിതമാകുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ നടപ്പ് അവരുടെ മുമ്പിൽ എങ്ങനെ ആയിരിക്കണം എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ബ്ലെയിംലെസ് എങ്ങനെയാണ്? അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി തീരേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ. നമ്മൾ 2-ാം അധ്യായത്തിൽ വായിച്ചു തുടങ്ങിയ വാക്യത്തിലേക്ക് മടങ്ങി വരിക. പിറുപിറുപ്പും വാദവും എവിടുന്നാ അത് വരുന്നത്? സ്വാർത്ഥതയിൽ, സെൽഫിഷ്നെസ്. ഞാൻ എന്നെ തന്നെ ഉയർത്തുമ്പോൾ, എൻ്റെ മഹത്വത്തെ, എൻ്റെ പ്രിവിലേജസിനെ ഞാൻ വിട്ടുകളയാകുന്നില്ല എന്ന് തീരുമാനിച്ച് അതെനിക്ക് ലഭിക്കേണ്ടതാണ്, അതെൻ്റെതാണ് എന്ന് പറഞ്ഞ് മുറുകെ പിടിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് ദൈവസഭയെക്കുറിച്ചുള്ള ഉദ്ദേശത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയില്ല. പക്ഷെ ബ്ലെയിംലെസ് ആയിട്ട്, അനിന്യരായിട്ട്, പരമാർത്ഥികളായിട്ട്, ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായിട്ട്. അനിന്യർ എന്ന് പറഞ്ഞാൽ എബവ് റിപ്രോച്ച് എന്നാണ്. ആർക്കും കുറ്റം പറയാൻ ഒരു അവസരം കിട്ടാത്ത വിധത്തിൽ എബവ് റിപ്രോച്ച്. ആളുകൾ കുറ്റം പറഞ്ഞെന്ന് വന്നേക്കാം, പക്ഷെ ആ പറയുന്നത് നുണയായിരിക്കണം, സത്യമായിരിക്കണം. അത് സത്യമാണെങ്കിൽ നമുക്കൊരു സാക്ഷ്യം നഷ്ടപ്പെടും എന്നുള്ള കാര്യം. അവർ നുണ പറഞ്ഞ് നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. കർത്താവ് അത് പറഞ്ഞായിരുന്നു, എൻ്റെ ദൂതത്തെ നിങ്ങളെ പഴിക്കുകയും എല്ലാ തിന്മയും നിങ്ങളെ കൊണ്ട് കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. കളവായിട്ട് പറഞ്ഞോട്ടെ, പക്ഷെ ബ്ലെയിംലെസ്, പരമാർത്ഥികൾ, ഇന്നസെന്റ് ആയിട്ട് ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം, ഇന്നസെൻസ്, നിർമ്മലന്മാരായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം, എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവാൻ തക്കവണ്ണം. ആരുടെ ഉത്തരവാദിത്വമാ? എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം. സാധ്യമാണോ? ഇമ്പോസിബിൾ ആണെന്ന് നമുക്കൊരു പക്ഷെ തോന്നിയേക്കാം. പെറുപെറുപ്പും വാദവും കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അസാധ്യമല്ല എന്ന് തോന്നിയേക്കാം. മറന്നുപോകരുത് 13-ാം വാക്യം. ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ എനർജി, ദൈവത്തിന്റെ ശക്തി, അവന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ദൈവവചനം നമ്മെ ആ ജീവനിലേക്ക്, ആ തീരുമാനങ്ങളിലേക്ക് നടത്തും. അവന്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുമെങ്കിൽ, വചനത്തോട് നമ്മൾ അനുസരണം വെച്ച് പുലർത്തുമെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. അത് സാധ്യമാണ് എന്നൊരു ക്രിസ്തുവിന്റെ മനോഭാവം ഉണ്ടാകുക അസാധ്യമാണോ? അല്ല. അതിനുവേണ്ടി നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തി ഉണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടത്. അതുള്ളത് കൊണ്ട് ഇറ്റ് ഈസ് പോസിബിൾ. അസാധ്യമായ ഒരു കാര്യമല്ല അപ്പോസ്തലനായ പൗലോസോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സാധ്യമാണ്, ആകേണ്ടതുമാണ്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മെ വിശുദ്ധീകരണത്തിന്റെ പ്രക്രിയയിലേക്കാണ് നടത്തുന്നത്. ചിലതൊക്കെ പ്രതിസന്ധികളായിരിക്കാം, ചിലതൊക്കെ പ്രശ്നങ്ങളായിരിക്കാം, രോഗങ്ങളായിരിക്കാം, നമ്മെ തന്നെ ഉയർത്തുവാനുള്ളതായ ചില അവസരങ്ങളായിരിക്കാം, ടെസ്റ്റ്, ട്രയൽസ് ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന്. എന്നാൽ അതിന്റെ നടുവിൽ ക്രിസ്തുവിലുള്ള മനോഭാവം വെച്ച് പുലർത്തുവാൻ നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് സഭയെക്കുറിച്ചുള്ള ഉദ്ദേശം പൂർത്തീകരിക്കാനായിട്ട് കഴിയും. നാം ലോകത്തിന് മുമ്പിൽ ഒരു സാക്ഷികളായിട്ട് നിൽപ്പാനായിട്ട് ഇടയായി. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ അനിന്ദരായിട്ട് നമുക്ക് വെളിപ്പെടുവാനായിട്ട് കഴിയും. സുവിശേഷത്തിന്റെ വിശ്വാസനായിട്ട് ഒരുമിച്ച് നിന്ന് പോരാടുവാൻ നമ്മെ ശക്തരാക്കും. അതിനുവേണ്ടി നമ്മൾ വ്യാപരിക്കുന്ന അവന്റെ അത്യന്ത ശക്തിയുണ്ട്. ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവകൃപയത്രേ. 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഇന്ന് സന്ധ്യാസമയത്ത് ഓർമ്മിച്ചത്. പേഴ്സണൽ ലൈഫ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, വ്യക്തിപരമായി ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരായി തീരുന്നതായ ഒരു യാത്ര. അത് നിരന്തരം നമ്മിൽ സംഭവിക്കേണ്ടത് ആവശ്യം. 2 കാര്യങ്ങളാണ് അനിവാര്യമായിട്ടുള്ളത്. നമ്മെ തന്നെ അവന്റെ സന്നിധിയിൽ താഴ്ത്തുവാൻ, എല്ലാറ്റിലും അവനെ അനുസരിപ്പാൻ തക്കണം, ദൈവഹിതത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ, ചോദ്യം ചെയ്യാത്തതായ, ഉപാധികൾ വെക്കാത്തതായ, കണ്ടീഷൻസ് വെക്കാത്തതായ ഒരു അനുസരണം നമ്മൾ ഉണ്ടാവുന്നതാണ്. തീർച്ചയായിട്ടും ഓരോ ദിവസവും നമ്മൾ അവന്റെ സ്വരൂപത്തോട്
അവന്റെ മനോഭാവത്തോടും അനുരൂപരായിത്തീരും. കർത്താവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കും. അവൻ തന്നെത്താൻ താഴ്ത്തി, ആറ്റിറ്റ്യൂഡ് മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിച്ചില്ല, തന്നെത്താൻ ഒഴിച്ചു, emptied himself. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിത്തീരും. He became obedient unto the cross and to death. സഭയായിട്ട് നമ്മെക്കുറിച്ചുള്ള ദൗത്യ പൂർത്തീകരണത്തിനായിട്ട് മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതേ മനോഭാവം വ്യക്തികളിൽ വ്യാപരിക്കുകയും അത് സഭയിൽ വെളിപ്പെടുകയും ചെയ്യുമ്പോഴാണ് ലോകത്തിൽ അനിന്ദ്യരായിട്ട്, പരമാർത്ഥികളായിട്ട്, ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായിട്ട്, ആർക്കും ഒരു കുറ്റം പറയുവാൻ ഇട കൊടുക്കാത്തവരായിട്ട് ജീവിക്കാൻ കഴിയുമെങ്കിൽ നാം പറയുന്ന സുവിശേഷം വിശ്വസിക്കപ്പെടും. അപ്പോൾ മാത്രമാണ് അത് വിശ്വസിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ സഭയ്ക്ക് ഈ ലോകത്തിൽ നിലനിൽപ്പില്ല. നമ്മുടെ ഇടയിൽ ഭിന്നതയും, നമ്മുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും, നമ്മുടെ ഇടയിൽ വിദ്വേഷവും പകയും പിണക്കവും ഒക്കെ നിലനിൽക്കുന്നെങ്കിൽ നമ്മുടെ സുവിശേഷത്തെ ആരും വിശ്വസിക്കും? അവരത് പുറത്തു കളയും. കർത്താവ് യേശു പറഞ്ഞതുപോലെ ഉപ്പ് കാരമില്ലാതെ പോയാൽ പിന്നെ എന്തോന്നിനും കൊള്ളാം, അതിനെ പുറത്തു കളഞ്ഞിട്ട് മനുഷ്യ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുക. They will trample it under their feet. നമ്മുടെ സുവിശേഷത്തെ അവർ തള്ളിക്കളയും. അതല്ല ദൈവസഭയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം. ദൈവങ്ങളിൽ വ്യക്തിപരമായ ഒരു രൂപാന്തരത്തിനും സഭയായിട്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് പോരാടുവാനായിട്ട് ഉള്ള ഒരു തീരുമാനത്തിലേക്കും ദൈവം നിങ്ങളെ നടത്തട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.